പത്തനംതിട്ട കോട്ടങ്ങാലിൽ യുവതിയെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി നസീറിന്റെ ശിക്ഷ ഇന്നാണ് വിധിക്കുക. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുന്നത്. നസീർ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. 2019 ഡിസംബർ 14 തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ചേരുകയാണ്. ഷിജോ, ഗുഡ് മോർണിംഗ്, പറയൂ. SKN വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തന്നെ കോട്ടാങ്ങൽ ബലാത്സംഗം ചെയ്ത യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ ശിക്ഷാവിധി വരും. കഴിഞ്ഞ ദിവസമാണ് കോട്ടാങ്ങലിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നസീർ കുറ്റക്കാരനാണ് എന്ന് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയത്. 2019 ഡിസംബർ മാസം 14 തീയതിയായിരുന്നു 26 വയസ്സുകാരിയായ ടിഞ്ചു മൈക്കിളിനെ നസീർ വീട്ടിൽ അതിക്രമിച്ച് കയറി ബലാത്സംഗം ചെയ്തതിനു ശേഷം വീട്ടിലെ മുറിയിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയത്. അതിനുശേഷം 20 മാസങ്ങൾക്ക് ശേഷമാണ് പ്രതി നസീറിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയത്. അതിനു മുമ്പേ തന്നെ ഈ ടിഞ്ചുവിന്റെ പങ്കാളിയായിരുന്ന ടിജിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ടിജിൻ ആണ് ഈ യുവതിയുടെ ആത്മഹത്യക്ക് പിന്നിൽ നിന്നും യുവതിയെ കൊലപ്പെടുത്തിയതാണെന്നും ഒക്കെ ആരോപിച്ചുകൊണ്ട് ബന്ധുക്കളടക്കം രംഗത്ത് വന്നിരുന്നു. പിന്നീട് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തോടുകൂടിയാണ് പ്രതി നസീറാണ് എന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീട് 20 മാസങ്ങൾക്ക് ശേഷം നസീറിനെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായിട്ട് ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം വർഷങ്ങൾക്ക് നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് പ്രതി നസീർ കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചത്. അതിന്റെ ശിക്ഷാവിധിയാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയുക. ഇതിനകത്ത് പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.